ഇപ്പോൾ വന്നൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പ്രശാന്ത് നാരായണൻ അന്തരിച്ചിരിക്കുകയാണ്. പ്രമുഖ ഛായാമുഖി എന്ന നാടകത്തിന്റെ സംവിധായകൻ കൂടിയാണ്. ഈ ഛായാമുഖി എന്ന് പറയുന്ന നാടകമാണ് പ്രേക്ഷക പ്രീതി ഏറെ നേടിയ ഒരു നാടകം എന്ന് പറയുന്നത്. ഇപ്പോൾ ബിജു മുത്തത്തി കൂടി ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും. ബിജു മുത്തത്തി, എപ്പോഴാണ് ഈ അന്ത്യം സംഭവിച്ചത്? മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു നടൻ കൂടിയാണ് പ്രശാന്ത് നാരായണൻ. അപ്രതീക്ഷിതമായിരുന്നു പ്രശാന്ത് നാരായണൻ്റെ നിര്യാണം. ഏതാണ്ട് 3 പതിറ്റാണ്ട് കാലമായി മലയാള തിയേറ്റർ രംഗത്ത്, ഇന്ത്യൻ തിയേറ്റർ രംഗത്ത് തന്നെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാന്നിധ്യമാണ് പ്രശാന്ത് നാരായണൻ്റേത്. അദ്ദേഹം വളരെ ചെറിയ പ്രായം തൊട്ട് 15ാമത്തെ വയസ്സ് തൊട്ട് നാടകങ്ങൾ എഴുതി തുടങ്ങിയ ആളാണ്. പിന്നീട് സ്കൂൾ ഓഫ് ഡ്രാമയിൽ പ്രവേശനത്തിന് റാങ്കോടെ പ്രവേശനം നേടിയ ഒരാളാണ്. നാടക രചയിതാവ്, സംവിധായകൻ, നടൻ, കോളമിസ്റ്റ്, വാഗ്മി, കഥകളി നടൻ, എന്നിങ്ങനെ ഒരു സകല രംഗങ്ങളിലും സകല കലാകാരനായിട്ട് കൂടി അദ്ദേഹം അറിയപ്പെടുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ ആ നാടകത്തിൻ്റെ പേര് കേട്ടാൽ തന്നെ എല്ലാവർക്കും അതറിയും, തിരിച്ചറിയും. ഛായാമുഖി എന്ന നാടകം 2003 മോഹൻലാലും മുകേഷും കൂടി അഭിനയിച്ച ഛായാമുഖി എന്ന നാടകം വളരെ പ്രസിദ്ധമാണ്. മഹാഭാരതത്തിലെ സവിശേഷമായ ഒരു സന്ദർഭത്തിന് സ്വന്തം നിലയിൽ ഒരു ആവിഷ്കാരം നടത്തി ഒരു നാടകമാണ് ഛായാമുഖി. ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു നാടകമാണ് ഛായാമുഖി. നിരവധി അംഗീകാരങ്ങളും ഛായാമുഖി നേടുകയുണ്ടായി. വളരെ സമകാലിക പ്രസക്തമായ വ്യത്യസ്തമായ നാടകങ്ങൾ രചിക്കുകയും സംവിധാനം ചെയ്യുകയും ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ മറ്റൊരു നാടകം മകരധ്വജൻ എന്ന നാടകവും ശ്രദ്ധിക്കപ്പെടുകയുണ്ടായി. ഒരു സ്ത്രീപക്ഷ നാടകമായി അറിയപ്പെടുന്ന ഒരു നാടകമാണ് മകരധ്വജൻ. അതുപോലെ താജ്മഹൽ എന്ന നാടകം അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായൊരു നാടകമാണ്. മഹാസാഗരം, മണികർണിക, തപാലാപ്പീസ് തുടങ്ങിയ നാടകങ്ങൾ, അതോടൊപ്പം തന്നെ സംസ്കൃത നാടകങ്ങൾക്ക്, പ്രത്യേകിച്ച് ഭാസൻ്റെ ഊരുഭംഗം പോലുള്ള നാടകങ്ങൾക്ക് അദ്ദേഹം വ്യത്യസ്ത രീതിയിലുള്ള അവതരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഷേക്സ്പിയറിൻ്റെ ഹാംലെറ്റിനും വ്യത്യസ്തമായൊരു ആവിഷ്കാരം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഒരു പൂർണ്ണാർത്ഥത്തിലുള്ള ഒരു നാടകകാരനായിരുന്നു. പൂർണ്ണമായും നാടകത്തിൽ സമർപ്പിച്ച ഒരു ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. 2003 കേരള സംഗീത നാടക അക്കാദമി അദ്ദേഹത്തിന് മികച്ച നാടകരചനയ്ക്കുള്ള അവാർഡ് നൽകുകയുണ്ടായി. 2011 ദുർഗാദത്ത പുരസ്കാരം അദ്ദേഹം നേടി. 2015 AP കളൈക്കാട് അവാർഡ് അദ്ദേഹത്തിൻ്റെ നാടകരചന നേടി. 2016 അദ്ദേഹം അബുദാബി ശക്തി അവാർഡ് നേടി. തിരുവനന്തപുരം ജില്ലയിലെ വെള്ളായണിയാണ് അദ്ദേഹത്തിൻ്റെ സ്വദേശം. 2015 തൊട്ട് അദ്ദേഹം അവിടെ കളം എന്ന പേരിൽ ഒരു നാടക പരിശീലന കളരി നടത്തുന്നുണ്ട്. തിയേറ്റർ രംഗത്തും സിനിമാ രംഗത്തും ശ്രദ്ധേയരായ ഒരുപാട് പ്രതിഭകളെ അദ്ദേഹം വാർത്തെടുത്തിട്ടുണ്ട്. ആ അർത്ഥത്തിലൊക്കെ മലയാള നാടകരംഗത്തിന്, നാടകകലയ്ക്ക് വലിയൊരു നഷ്ടമാണ് പ്രശാന്ത് നാരായണൻ്റെ നിര്യാണത്തിലൂടെ സംഭവിച്ചിരിക്കുന്നത്.